കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പഞ്ചായത്ത്, പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് എന്നീ വിശേഷങ്ങളുള്ള പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് ഇനി എന്റെ പഞ്ചായത്ത് പങ്കുവയ്ക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവിയുണ്ട്. നമസ്കാരം ശ്രീമതി കൽപ്പനാദേവി. നമസ്കാരം. 65% വനമേഖലയാണ്. എല്ലാ വിളകളും സംയുക്തമായി കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. പ്രധാനമായും മാവാണ് മാംഗോ സിറ്റി എന്നടക്കം അറിയപ്പെടുന്നുണ്ട്. കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്താനാവുക? കാർഷിക മേഖലയിലെ നിരവധി പദ്ധതികൾ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, മാവ് കർഷകർക്കുള്ള വളങ്ങള്, തെങ്ങ് വളങ്ങള്, നിരവധി പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ഇപ്പൊ ഈ വർഷത്തിലെ കടല പാരമ്പര്യത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടല കൃഷിയും മറ്റ് പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖല അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പറമ്പിക്കുളം ടൈഗർ റിസർവ് അടക്കം സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. 5 ഡാമുള്ള ഒരു പഞ്ചായത്താണ് മുതലമട പഞ്ചായത്ത്. അതിലിപ്പോ ചുള്ളിയാർ ഡാം ഉള്ള ടൂറിസം കൊണ്ടുവരാനുള്ള ശ്രമം ഈ വർഷ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ടൂറിസം ആൾറെഡി പറമ്പിക്കുളം നമ്മൾക്കുണ്ട്. അതിന് എല്ലാ സപ്പോർട്ടും പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ചുക്രിയാർ മുതൽ ചുള്ളിയാർ, മീങ്കര ഡാമുകളിലുള്ള ടൂറിസം നടപ്പിലാക്കാനുള്ള പദ്ധതികൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്ത് എത്രത്തോളമാണ് പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്? ഹരിതകർമ്മ സേനാംഗങ്ങൾ, MCS സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് മാലിന്യ സംസ്കരണത്തിൽ ഇപ്പോൾ ബ്ലോക്കിൽ തന്നെ 3 അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് തുടർ പ്രവർത്തനമായി ബോട്ടിൽ ബൂത്തുകൾ, ബയോബിൻ, ബാക്കിയുള്ള മാലിന്യ കൂമ്പാരങ്ങളൊക്കെ നീക്കി മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തുടർ പ്രവർത്തനം സ്ക്വാഡ് രൂപീകരിച്ചിട്ട് ഇനിയും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാനും മറ്റുള്ള ജനങ്ങൾക്ക് ബോധവൽക്കരണം വാർഡുകളിൽ കൊടുത്തുകൊണ്ട് വരികയാണ്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. 95% പിന്നോക്ക വിഭാഗക്കാരുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഈ പിന്നോക്ക വിഭാഗക്കാർക്കുള്ള വികസന പദ്ധതികൾ എത്രത്തോളമാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? വികസനം എന്ന് പറഞ്ഞ ആദിവാസി മേഖലയിലെ രണ്ടാമത്തെ പഞ്ചായത്താണ്. അതിലെ ലൈഫ് ST ആണ്. ഇവിടെ പാവപ്പെട്ട STകളാണ് കൂടുതൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ST ഗുണഭോക്താക്കൾക്ക് മുഴുവൻ ആൾക്കാർക്കും വീട് എഗ്രിമെന്റ് ഉള്ള സംവിധാനം തുടങ്ങിക്കഴിഞ്ഞു. 24-25 ഭരണസമിതി തീരുമാനമെടുത്ത് മുഴുവൻ ആദിവാസി മേഖലയിലെ ലൈഫിലെ വീട് കൊടുക്കാൻ തീരുമാനിച്ചു. അതുമാത്രമല്ല, ലൈഫ് ഭവന പദ്ധതിയിലെ ജനറൽ 1058 അപേക്ഷയാണ്. അതിൽ 50 ജനറൽ വിഭാഗക്കാർക്ക് വീട് കൊടുക്കാൻ എഗ്രിമെന്റ് നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതുപോലെ SC വിഭാഗത്തിലുള്ളവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം പദ്ധതികൾ ഇൻഡിവിജ്വലായിട്ട് വ്യക്തിഗത ആനുകൂല്യങ്ങളും കൂടി കൊടുത്തുകൊണ്ട് വരികയാണ്. മുതലമട ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അടക്കം പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. 13 അംഗനവാടികളാണുള്ളത്. സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം അടക്കം നടപ്പിലാക്കുന്ന പദ്ധതികളൊക്കെ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നുണ്ട്. നിലവിലുള്ള അംഗനവാടികളിലെ പ്യൂരിഫയർ, വെയിലിംഗ് മെഷീൻ, അഡീഷണൽ സിലിണ്ടർ എന്നുള്ള പദ്ധതി എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നെ പെയിന്റിംഗ്, മൈന്റനൻസ് എല്ലാം 42 അംഗനവാടിയാണ് നമുക്കുള്ളത്. അതിലെല്ലാം മൈന്റനൻസ് വർക്കുകൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ അത് പൂർത്തീകരിക്കും. പിന്നെ സ്കൂളുകളിലെ വോളിബോളൊക്കെ കുട്ടികൾക്ക് ഈ വർഷ പദ്ധതിയിലെ ലഹരി മുക്തമായിട്ട് മാറ്റാനുള്ള ശ്രമത്തിലെ കുട്ടികൾക്കൊക്കെ വോളിബോൾ വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും 5 ഡാമുള്ള ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ടോ? ഈ വേനൽക്കാലമാണ്. കുടിവെള്ളക്ഷാമം ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്തുന്നത്? അതിലെ 5 ഡാമുള്ള പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ മനസ്സിലാക്കണം. നമ്മുടെ ഡാം വെള്ളം നമുക്ക് കിട്ടുന്നില്ല. സത്യാവസ്ഥ പറമ്പിക്കുളം, തൂനക്കടവ് ഉള്ള വെള്ളം പൊള്ളാച്ചി, വെള്ളകോയിൽ വരെ ഈ വെള്ളം പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ പഞ്ചായത്തിന് ഈ മീങ്കര, ചുള്ളിയാർ ഡാമുകൾക്ക് ഈ വെള്ളം എത്തുന്നില്ല. അത് സർക്കാർ പുതുക്കിയിട്ടില്ല. അപ്പൊ അത് എന്നാലും പഞ്ചായത്ത് ഭരണസമിതി വിലയിരുത്തി ഇനി മന്ത്രിയെ കാണാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഇനി നിയമ നടപടി സ്വീകരിക്കും. ഈ പഞ്ചായത്തിലുള്ള വെള്ളം നമ്മൾക്ക് ആദ്യം പരിഗണന കൊടുക്കണം എന്നുള്ള കർശനമായ ഒരു തീരുമാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി. അതുമാത്രമല്ല, ഇപ്പൊ ജലജീവൻ മിഷന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലം വരുമ്പോൾ 15 ലക്ഷത്തിനോളം പൈസ വെച്ച് കുടിവെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളം കൊടുക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുന്നു.
തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് മുതലമട ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സോളാർ ഫെൻസിംഗ് സംവിധാനം, തേക്കടി വനപാത സാധ്യമാക്കിയ പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വികസന പദ്ധതികളൊക്കെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? അത് ഞങ്ങൾക്ക് ഇടപെടാതെ ഒരു മുയற்சிയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. 2020 മിൻസ് ക്ലോസ് ആയ മിൻസാണ് തേക്കടി വനപാത. ഉദ്യോഗസ്ഥർ അത് ഒലിച്ചു പോകുമെന്ന് പറഞ്ഞ് ഇട്ട പദ്ധതിയാണ്. അപ്പൊ ഞങ്ങൾ ഭരണമേറ്റ് ഇത് ചാലഞ്ചായി എടുത്തുകൊണ്ട് ഈ വനപാത എന്ന് പറയുന്നത് നമുക്ക് 60 കിലോമീറ്റർ വേണം. ഈ ആദിവാസി മേഖലയിൽ അവിടെ 3 കോളനി ഉള്ള ആദിവാസി മേഖലയാണ്. അവിടുത്തെ 500ഓളം ജനങ്ങൾ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തേക്കടി വനപാത എന്ന് വെച്ച അരമണിക്കൂറിൽ നമുക്ക് കോളനിക്ക് പോകാനുള്ള ഇത് കഴിയും. അതുകൊണ്ടാണ് ഈ ഭരണസമിതി വന്ന ശേഷം തേക്കടി വനപാത പണിയണം ചെയ്തുകൊണ്ട് നമുക്ക് 3/4 കിലോമീറ്റർ റോഡ് പണി ചെയ്തിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ 30 ലക്ഷം ഈ വന്യമൃഗത്തിന്റെ ഹാങ്ങിങ് പെൻഷൻക്ക് ഫണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്ലോക്ക് പ്രസിഡന്റുമായി സംസാരിച്ചു, ജില്ലാ പ്രസിഡന്റിനോട് സംസാരിച്ച് അവരിന് കണ്ടും ഫണ്ടുകൾ വാങ്ങിച്ച് 1,67,00,000 ഫണ്ട് പാസ്സാക്കി 4.5 കിലോമീറ്റർ പണി ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് 1,02,00,000 രൂപ ടെൻഡർ കഴിഞ്ഞു. ഇനി ഈ 3 മാസത്തിൽ നമുക്ക് ജൂണിൽ തന്നെ മുഴുവനും ഫിനിഷിംഗ് ആക്കി കഴിയും. അതുമാത്രമല്ല, കേരളത്തിലെ മാതൃകയായ ഒരു ഹാങ്ങിങ് പെൻഷിംഗ് ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഒരു പൂച്ച പോലും കടക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് വലിയ ഒരു അഭിമാനമാണ്, ഞങ്ങൾക്ക് പറയാനുള്ള ഒരു അഭിമാനമാണ്. അതുമാത്രമല്ല, കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്തത്. മലയോര കർഷകർ നിരവധി സമരം മുന്നോട്ടുമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഭരണം ഏറ്റതും ഈ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് വലിയ ഒരു മാറ്റത്തിലേക്ക്, കർഷകർക്ക് ഒരു നല്ല മാതൃകയായ മാറ്റത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അത് അഭിമാനമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇത്തരത്തിലുള്ള ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ പഞ്ചായത്ത് നേരിട്ടിട്ടുണ്ടോ? ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ഇപ്പൊ ഇത് കേൾക്കണവര് മനസ്സിലാക്കണം. പാവപ്പെട്ട ഞങ്ങൾക്ക് വ്യക്തിപരമായ എന്തെങ്കിലും ഞങ്ങളെ ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ജനങ്ങളോട് വെല്ലുവിളിയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ. രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാനില്ല, ഭരണം നഷ്ടപ്പെട്ടവരുടെ മാത്രമാണ് ഇത് തടസ്സപ്പെടുത്താനുള്ള രീതിയിൽ ഉദ്യോഗസ്ഥർക്ക് ഭീഷണി കൊടുത്ത് സ്ഥലം മാറ്റുകയും, നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ അറിയും, 1 കൊല്ലത്തിൽ 5 സെക്രട്ടറിയാണ് ഇവിടെ മാറ്റിയിട്ടുള്ളത്. അത് മാത്രമല്ല, SC ഫണ്ട് നടപ്പിലാക്കുകയാണെങ്കിൽ ഇവിടെ AS വേണം. 1 കൊല്ലത്തിലെ 365 ദിവസം AS ഈ പഞ്ചായത്തിൽ ഇല്ല. ഇപ്പോഴും 4 തസ്തിക ഒളിഞ്ഞു കിടക്കുകയാണ്. JS ഈ പഞ്ചായത്തിൽ ഇല്ല. BOമാർ ഇല്ല. AE ചാർജാണ്. 263 പദ്ധതിയാണ് AEക്ക്, പക്ഷെ AE ചാർജാണ്. അപ്പൊ ഞങ്ങൾ അധികം മറികടന്നുകൊണ്ട് താൽക്കാലിക ജീവനക്കാരനെ ഇരുത്തിക്കൊണ്ട് രാത്രി 11 മണിയകം വീട്ടിലേക്ക് പോകാറുണ്ട്. 11 മകം താൽക്കാലിക ജീവനക്കാരെ വെച്ചുകൊണ്ടാണ് പഞ്ചായത്ത് വികസനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇത് ജനങ്ങൾക്കുള്ള നീതി നിക്ഷേപിക്കുവാണ് ഈ ഭരണം നഷ്ടപ്പെട്ടവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇതെങ്കിലും കേട്ട് മനസ്സിലാക്കി ജനങ്ങളോടൊപ്പം ഈ മുതലമട പഞ്ചായത്തിനെ കൈകോർക്കണമെന്നും എന്റെ ഒരു അഭ്യർത്ഥനയും കൂടി ഈ വേളയിൽ ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ടൂറിസം മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. 2018 പ്രളയത്തിൽ തകർന്ന ഒരു പാലമടക്കം പഞ്ചായത്തിലുണ്ട്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇനിയുള്ള പഞ്ചായത്ത് ഇപ്പൊ 2 കൊല്ലമായി ഫണ്ട് വെച്ച് പാലം, അതിലെ MLA ഉൾപ്പെടെ ആൾക്കാർ അത് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കളക്ടർ നമ്മുടെ കൂടെയാണ്. ഇന്നലെ ഒരു മീറ്റിംഗ് കളക്ടർ AEയും AXയും പഞ്ചായത്ത് സെക്രട്ടറിയും വെച്ച് കൂടാൻ തീരുമാനിച്ചു. ഞാൻ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പാലം സംബന്ധിച്ച് എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എഗ്രിമെന്റ് കൊടുത്തു, വർക്ക് ഓർഡർ കൊടുത്തു, സൈറ്റ് ഹാൻഡ് ഓവർ കരാറുകാരനൊക്കെ ചെയ്തു കഴിഞ്ഞു. പക്ഷെ AEന്റെ ഭാഗത്തിരുന്ന് ഡിസൈനോ മറ്റതോ കൊടുത്തിട്ടില്ല. പക്ഷെ NSS കോളേജിൽ നിന്ന് എല്ലാ പ്രോപ്പർ വേയും നടത്തി കയ്യിൽ കൊടുത്തിട്ടും ഭരണം നഷ്ടപ്പെട്ടവര് ഈ പാലം ഞങ്ങള് 7 കൊല്ലം ഭരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അവര് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്ഥലം മാറ്റുകയാണ്. എന്നാലും ഞങ്ങള് ഈ പാലം പണി ചെയ്യും. കോടതിയെ സമീപിച്ചിട്ടുണ്ട്, ഹൈക്കോടതി വരെ സമീപിച്ചിട്ടുണ്ട്. ഈ ജനങ്ങൾക്ക് 3 വാർഡുകൾ ഏകീകരിച്ച കുട്ടികളാണ് അതിൽ വരുന്നത്. 300ഓളം സ്കൂൾ കുട്ടികളാണ് ഈ പാലത്തിന്റെ ഗുണം കിട്ടാൻ പോകുന്നത്. അപ്പൊ കളക്ടർ ഇന്നലെ ഒരു മീറ്റിംഗ് ഏർപ്പാടാക്കുമ്പോ അപ്പൊ തന്നെ MLA ഇടപെട്ടിട്ട് എന്നെയും കൂടി ഈ മീറ്റിംഗിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് മെസ്സേജ് കളക്ടറിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഞങ്ങൾക്ക് തന്നെ ഈ പഞ്ചായത്തിലെ ഇനി ഒരു 4-5 മാസമുണ്ട്.
മത്സ്യ കൃഷിക്കാർക്കൊക്കെ ഇതുവരെ ആരും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഞങ്ങള് വല വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പറമ്പിക്കുളം മേഖലയിലെ വല മുഴുവനും മത്സ്യ തൊഴിലാളികൾക്ക് 10 കിലോ വല വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് അടുത്ത മാസം വിതരണം നടത്താൻ പോവുകയാണ്. അതുമാത്രമല്ല, വൈദ്യുതി ഇല്ലാതെ കോളനികളിലെ സൗരോര റാന്തൽ ഞങ്ങൾ വിതരണം നടത്തിയിട്ടുണ്ട്. ഇതുവരെ ആരും അത് ചെയ്തിട്ടില്ല. വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പന ദേവി പങ്കുവച്ചത്. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി കൽപ്പന ദേവി. നന്ദി.